ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ മൈക്രോബയോളജിയുടെ സെക്കൻഡ് ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് ഒരു പോർഷനിലേക്കാണ് വരുന്നത്. കൾച്ചർ ആൻഡ് മീഡിയ പ്രിപ്പറേഷൻ. നിങ്ങൾ സിലബസ് എടുത്ത് നോക്കിക്കഴിയുമ്പോൾ കുറച്ച് പോർഷൻസും കൂടെ ബാലൻസ് ഉണ്ടെന്ന് കാണും. അത് നമുക്കിനി അപ്കമ്മിങ് തേർഡ് ചാപ്റ്ററൊക്കെ വരുമ്പോൾ ഫുള്ളി കംപ്ലീറ്റ് ആണ്. എല്ലാ സിലബസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കും. അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ്, കൾച്ചർ ആൻഡ് മീഡിയ പ്രിപ്പറേഷൻ വളരെ സിമ്പിളായിട്ട് ഈസി ആയിട്ട് പറഞ്ഞു പോവാം. അപ്പോൾ അതുകൊണ്ട് ഒത്തിരി അങ്ങ് വലിച്ചു നീട്ടുന്നില്ല, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ കൾച്ചർ മീഡിയ എന്താണെന്ന് ഞാൻ എല്ലാവർക്കും അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതായത് ഇപ്പോൾ എനിക്കൊരു അസുഖം വന്നപ്പോൾ എന്നോട് ഡോക്ടർ പറയുകയാണ് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ. അതാണ്. അപ്പോൾ അത് ആ ഒരു ബ്ലഡ് എന്താണ്, പിന്നെ ലബോറട്ടറി അവർ കൾച്ചർ ചെയ്തിട്ട് എന്ത് കാരണത്താലാണ്, ഏത് വൈറസോ ഏത് ബാക്ടീരിയ കാരണത്താലാണ് എനിക്ക് ഈ ഒരു അസുഖം വന്നതെന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് എന്തൊക്കെ രീതിയിൽ ചെക്ക് ചെയ്യാൻ പറ്റും? ബ്ലഡിലൂടെ ചെക്ക് ചെയ്യാൻ പറ്റും, പസ്സിലൂടെ ചെക്ക് ചെയ്യാൻ പറ്റും, സ്പൂട്ടം കപത്തിലൂടെ ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും ഏത് കാരണത്താലാണ്, എന്ത് വൈറസ് കാരണത്താലാണ് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻഫെക്ഷൻ വന്നത്. അതെന്താണ്, അത് നമ്മൾ ബ്ലഡോ സ്പൂട്ടം വഴിയോ നമ്മൾ ലാബിൽ കൊടുത്തിട്ട് ലാബുകാർ അത് കൾച്ചർ ചെയ്യുമ്പോൾ നമുക്കറിയാം പല സ്റ്റെയിനിങ് ടെക്നിക്സ് ഒക്കെ അവർ യൂസ് ചെയ്യാൻ നമ്മൾ ഓൾറെഡി ആൽബർട്ട് സ്റ്റെയിൻ, ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനും റാം സ്റ്റെയിനിങ് ഒക്കെ പഠിച്ചാണ്. അതുകൊണ്ട് നമുക്കത് ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ആവണ്ട. ഇനി അടുത്തതെന്ന് പറയുന്നതാണ് കോൺസ്റ്റിറ്റ്യുവൻസ് ഓഫ് കൾച്ചർ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഒരു കൾച്ചർ മീഡിയയിൽ? നമ്മളൊരു ബാക്ടീരിയനെ ഗ്രോ ചെയ്യുകയാണല്ലോ, അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ കൾച്ചർ മീഡിയയിൽ എന്തൊക്കെ വേണം അതിൻ്റെ ഗ്രോത്തിന്? അപ്പോൾ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് തിങ് എന്ന് പറയുന്നത് വാട്ടർ. വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമുക്കറിയാം ബാക്ടീരിയയുടെ 80% ഓഫ് വെയിറ്റ് എന്ന് പറയുന്നത് വാട്ടറാണ്. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് പറയുന്നതാണ് ഇലക്ട്രോലൈറ്റ്, പിന്നെ പെപ്റ്റോൺ എന്ന് പറയുന്നത് ഇതിൽ തന്നെ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. കോംപ്ലെക്സ് മിക്സ്ചർ ഓഫ് പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോട്ടീൻ. ഓക്കെ, പിന്നെ മീറ്റ് എക്സ്ട്രാക്റ്റ് വേണം, പിന്നെ ബ്ലഡ് ഓർ സിറം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അഗർ പ്രിപ്പയർഡ് ഫ്രം സീവീഡ്, കണ്ടെയ്ൻ ടൈനി ചെയിൻ ഓഫ് പോളിസാക്കറൈഡ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കൾച്ചർ മീഡിയ കോൺസ്റ്റിറ്റ്യുവൻസ്. നമുക്ക് പറയാൻ പറ്റും വേണം, വാട്ടർ വേണം, ഇലക്ട്രോലൈറ്റ് ആയിട്ടുള്ള സോഡിയം ക്ലോറൈഡ് വേണം, പെപ്റ്റോൺ വേണം, അതെന്താണ്, ഒരു പാർഷ്യലി ഡൈജസ്റ്റഡ് പ്രോട്ടീൻ ആണ്. പിന്നെ എന്താണ് വേണ്ടത്? പിന്നെ വേണ്ടത് ബ്ലഡ് അല്ലെങ്കിൽ സെറം വേണം, പിന്നെ മീറ്റ് എക്സ്ട്രാക്റ്റ് വേണം, പിന്നെ അഗർ വേണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇനി ടൈപ്സ് ഓഫ് മീഡിയ ആണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ബേസ്ഡ് ഓൺ ഫിസിക്കൽ സ്റ്റേറ്റ്, ലിക്വിഡ് മീഡിയ, സെമി സോളിഡ് മീഡിയ, സോളിഡ് മീഡിയ, അങ്ങനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ഒരു കൾച്ചർ ചെയ്യുന്ന ആ ഒരു മീഡിയ, നമ്മളൊരു എൻവയോൺമെൻറ്റ് കൊടുക്കുമല്ലോ ആ ഒരു ബാക്ടീരിയക്ക് ഗ്രോ ചെയ്യാൻ വേണ്ടി, ഒരു പരിസരം കൊടുക്കുമല്ലോ ഇത് ഇന്ന സ്ഥലത്ത് ഗ്രോ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ അത് ലിക്വിഡ് ആയിരിക്കാം, സെമി സോളിഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫുള്ളി സോളിഡ് ആയിരിക്കാം. പിന്നെ ഉള്ളത് ബേസ്ഡ് ഓൺ ദ പ്രസൻസ് ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ പ്രസൻസ് വേണ്ട ബാക്ടീരിയയ്ക്ക് നമ്മൾ ഓക്സിജൻ കൊടുക്കണം. അത് നമുക്ക് വാട്ടറിൽ നിന്ന് തന്നെ ഓട്ടോമാറ്റിക്കലി കിട്ടും, കാരണം ഹൈഡ്രജനും ഓക്സിജനും ചേർന്നാണ് വാട്ടർ ഉള്ളത്. അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെയും കൊടുക്കാം. പിന്നെ അനേറോബിക്, അതായത് ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാതെ ഗ്രോ ചെയ്യുന്ന ബാക്ടീരിയ ഉണ്ട്. ഓക്കെ, ഇനി വരുന്നതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷൻസ്. ഇതാണ് നമ്മൾ ഓരോന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. ഈ ഒരു കംപ്ലീറ്റ് ഈ പറയുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞ ഈ ഒരു ചാപ്റ്റർ തീരും. പിന്നെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഇത് ന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് അനുസരിച്ച്, അതായത് ഇന്ന ബാക്ടീരിയക്ക് എന്ത് രീതിയിലുള്ള ന്യൂട്രീഷൻ കൊടുത്താലാണ് അത് നല്ലപോലെ ഗ്രോ ചെയ്യത്തുള്ളൂ, അതായത് ഇന്ന സാധനം കൊടുത്താലാണ് അത് നല്ലപോലെ ഗ്രോ ചെയ്യത്തുള്ളൂ എന്ന് വെച്ച് അതിൻ്റെ രീതിയിലാണ് നമ്മളിത് തിരിച്ചിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സിമ്പിൾ മീഡിയ ആണ്. ഓക്കെ, സിമ്പിൾ മീഡിയ ആണ് നമ്മൾ ഫസ്റ്റ് പഠിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് കോംപ്ലെക്സ് മീഡിയ, സിന്തറ്റിക് മീഡിയ, ഈ 3 കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഡീറ്റെയിൽ ആയിട്ടല്ല, ഇത് കുറച്ചേ ഉള്ളൂ. പിന്നെ ഉള്ളതാണ് സ്പെഷ്യൽ മീഡിയ. സ്പെഷ്യൽ മീഡിയയിൽ വരുന്നതാണ് ഇത്രയും സബ് ക്ലാസ്സസ്. എൻറിച്ച്ഡ് മീഡിയ ഉണ്ട്, എൻറിച്ച്മെൻറ്റ് മീഡിയ ഉണ്ട്, സെലക്റ്റീവ് മീഡിയ ഉണ്ട്, ഡിഫറൻഷ്യൽ ഉണ്ട്, ഇൻഡിക്കേറ്റർ ഉണ്ട്, ട്രാൻസ്പോർട്ട് ഉണ്ട്, ഷുഗർ മീഡിയ ഉണ്ട്. ഈ ഇത്രയും പേരിൽ നിന്ന് തന്നെ നമുക്കത് എഴുതാനായിട്ട് പറ്റും. എൻറിച്ച്ഡ് മീഡിയ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ നല്ല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മളത് ആ ഒരു കൾച്ചർ മീഡിയ നല്ലപോലെ ന്യൂട്രീഷ്യസ് ആക്കുവാണ്. ഓക്കെ, പിന്നെ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുമ്പോൾ ഇന്ന ടൈപ്പ് ഓഫ് ബാക്ടീരിയനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്കിത് യൂസ് ചെയ്യാം. പിന്നെ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാൻ, ഈ ചിലപ്പോൾ എന്താ പറയുന്നത്, ഒരു കൾച്ചർ മീഡിയയിൽ തന്നെ പല ബാക്ടീരിയസ് ഉണ്ടാകും. ആ പല ബാക്ടീരിയസിനെ പല രീതിയിലായിട്ട് ഇങ്ങനെ കാണിക്കാം.
ചിലത് റെഡ് കളറായിട്ട് കോളനീസായിട്ട് കാണിക്കാം, ചിലത് ഗ്രീൻ കളർ കോളനീസ്, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് കാണിക്കാൻ വേണ്ടി. പിന്നെ ഇൻഡിക്കേറ്റർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു ബാക്ടീരിയ അതിലുണ്ടെന്ന്, ചിലപ്പോൾ ഇന്ന ബാക്ടീരിയ ഉണ്ടെങ്കിൽ അവിടെ ഇന്ന ബ്ലാക്ക് കളറ് ചിലപ്പോൾ ബബിൾസ് കാണിക്കും. നമ്മൾ കെമിസ്ട്രിയിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, അതായത് ഇപ്പോൾ ഹൈഡ്രജൻ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ ബബിൾസ് ഉണ്ടാവും എന്നൊക്കെ പറയും, അതാണ് ഇത്. പിന്നെ ട്രാൻസ്പോർട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടായിരുന്നു, ചിലതൊക്കെ ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പം അങ്ങനെ നശിച്ചു പോകാതെ ഇരിക്കാൻ വേണ്ടി നമ്മൾ ട്രാൻസ്പോർട്ട്, അതായത് എങ്ങോട്ടേലും ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യും. പിന്നെ ഷുഗർ മീഡിയ, അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, സാധാ പോലെ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സിമ്പിൾ മീഡിയ എന്താണെന്ന് നോക്കാം. അപ്പോൾ സിമ്പിൾ മീഡിയ എന്ന് പറയുന്നത് ഓക്കെ, ന്യൂട്രിയൻ ബ്രോത്ത് ഇസ് ആൻ എക്സാമ്പിൾ ഓഫ് സിമ്പിൾ മീഡിയ. അപ്പം ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ നമ്മളൊരു പരിസരം ഉണ്ടാക്കി കൊടുക്കുമല്ലോ, ആ ഒരു പരിസരത്തിൽ വേണ്ട കാര്യങ്ങളാണ് ഈ ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഒരു സൂപ്പ് പോലെയാണ് അത് ഇരിക്കുന്നത്, സൂപ്പിൻ്റെ കൺസിസ്റ്റൻസിയിലാണ് ഒരു ന്യൂട്രിയൻ ബ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എന്തൊക്കെ ഉണ്ടെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇറ്റ് കണ്ടെയ്ൻസ് പെപ്റ്റോൺ വാട്ടർ, നമ്മൾ ഓൾറെഡി കോൺസ്റ്റിറ്റ്യുവൻസിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, പെപ്റ്റോൺ ഉണ്ടായിരുന്നു. അപ്പോൾ പെപ്റ്റോൺ വാട്ടർ ഉണ്ട്. പിന്നെ മീറ്റ് എക്സ്ട്രാക്റ്റ് 1% ഉണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ അതിലേക്കൊരു 0.5% ഗ്ലൂക്കോസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഗ്ലൂക്കോസ് ബ്രോത്ത് ആയിട്ട് മാറും. അതത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ അതിലേക്ക് 2.3% അഗർ ആഡ് ചെയ്തു. അഗർ ആഡ് ചെയ്യുമ്പോൾ അത് ന്യൂട്രിയൻറ്റ് അഗറായിട്ട് മാറി. ഓക്കെ, പിന്നെ വേറൊരു കേസ് ഉണ്ട്. ഇഫ് കോൺസെൻട്രേഷൻ ഓഫ് അഗർ ഈസ് റെഡ്യൂസ് ടു 0.2 to 0.4, അതായത് ഇത്ര ഉള്ളൂ, നമ്മൾ ആ ഒരു അഗറിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുകയെന്ന് വെക്കുക. അതായത് നമ്മൾ നേരത്തെ കൊടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ കുറഞ്ഞ അളവിലാണ് അതിലേക്ക് ഇടുന്നതെന്ന് വെക്കുക. അപ്പോൾ എന്താണ്, ആ ഒരു മീഡിയ സെമി സോളിഡായിട്ട് മാറും. അങ്ങനെ സെമി സോളിഡായി ഇത്രയും നേരം ഒരു സൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ആ ഒരു ലിക്വിഡ് കൺസിസ്റ്റൻസി ഉള്ള സാധനം നമ്മൾ അഗറിൻ്റെ ആ ഒരു അളവ് കുറച്ചപ്പോൾ ഒരു സെമി സോളിഡ് കൺസിസ്റ്റൻസി ആയിട്ട് മാറി. അങ്ങനെ മാറുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോട്ടൈൽ ബാക്ടീരിയ ആ ഒരു കൾച്ചറിലുള്ള, അല്ലെങ്കിൽ നമ്മളിപ്പോൾ നമുക്ക് എന്താണോ കണ്ടുപിടിക്കേണ്ടത് ആ ഒരു ഇതിലുള്ള ബാക്ടീരിയാസ്, മൂവ് ചെയ്യുന്ന ബാക്ടീരിയ നല്ല പോലെ ആ ഒരു സെമി സോളിഡ് മീഡിയയിലേക്ക് സ്പ്രെഡ് ആവും. അപ്പോൾ അത്രേ ഉള്ളൂ സിമ്പിൾ മീഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ സിമ്പിൾ മീഡിയ നമുക്ക് ഒന്നോട് ചുരുക്കി പറയാം, ന്യൂട്രിയൻ ബ്രോത്ത് ആണ് അതിൻ്റെ എക്സാമ്പിൾ, ഒരു സൂപ്പ് പോലെ. അപ്പോൾ അതിൽ എന്തൊക്കെയുണ്ട്, അതിൽ നമ്മൾ പെപ്റ്റോൺ വാട്ടർ, മീറ്റ് എക്സ്ട്രാക്റ്റ്, അതുപോലെ ഗ്ലൂക്കോസ് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിലേക്ക് അഗറും കൂടെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ എന്താ, അത് ന്യൂട്രിയൻ്റ് അഗറായിട്ട് മാറി. അപ്പോൾ അതിൻ്റെ റേഷ്യോ ഒക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ പറയണ ഒരു നേരത്തെ ആഡ് ചെയ്തതിനേക്കാളും കുറച്ച് അഗറാണ് ആഡ് ചെയ്യുമ്പോൾ അതൊരു സെമി സോളിഡായിട്ട് മാറും. അങ്ങനെ സെമി സോളിഡായിട്ട് മാറുമ്പോൾ നമുക്ക് അതിലേക്ക് നല്ലപോലെ മൂവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ, നമ്മൾ കൊടുക്കുന്ന ആ സാമ്പിളിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയ നല്ലപോലെ സ്പ്രെഡ് ചെയ്യും. ഇതാണ് ഏറ്റവും കൂടുതലായിട്ട് ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൾച്ചർ എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് കോംപ്ലക്സ് മീഡിയ എന്ന് പറയുന്നത്. ഇനി വരുന്നത് ഇതിൽ പറയുന്നത് ഓൾ മീഡിയ അതർ ദാൻ സിമ്പിൾ ആർ കോംപ്ലക്സ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന എല്ലാ മീഡിയാസും കോംപ്ലക്സ് ആണ്, കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, അത്ര ഓർത്താൽ മതി. ഓക്കെ, അതത്രേ ഉള്ളൂ കോംപ്ലക്സ് മീഡിയയിൽ എന്താണ്, സിമ്പിൾ മീഡിയനേക്കാളും കൂടുതലായിട്ടുള്ള കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള പ്രോഡക്ട്സും കാര്യങ്ങളും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോംപ്ലക്സ് മീഡിയ ഹാവ് added on gradients for bringing out certain properties or providing special nutrients. അപ്പോൾ നമ്മൾ അതിൽ കൊടുക്കാതെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കൊടുക്കുന്നു, അത്രേ ഉള്ളൂ ഈ കോംപ്ലക്സ് മീഡിയ എന്ന് പറയുന്നത്. ഇനിയുള്ളതാണ് സിന്തറ്റിക് മീഡിയ. അപ്പോൾ സിന്തറ്റിക് മീഡിയ എന്ന് പറയുമ്പോൾ ദിസ് ആർ പ്രിപ്പയർഡ് ഫ്രം പ്യുവർ കെമിക്കൽസ്. അപ്പോൾ സിന്തറ്റിക് എന്ന് പറയുന്നത് നാച്ചുറൽ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സിന്തറ്റിക് എന്ന് പറയുമ്പോൾ മൊത്തം കെമിക്കലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു മീഡിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അത് എന്തൊക്കെ കെമിക്കൽസ് ആണ് ആഡ് ചെയ്യുന്നതെന്ന് ഉള്ള എക്സാക്റ്റ് കോമ്പോസിഷൻ നമുക്ക് അറിയാനായിട്ട് പറ്റും. ഓക്കെ, പിന്നെ ഇത് മെയിനായിട്ടും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു പർട്ടിക്കുലർ ബാക്ടീരിയയ്ക്ക് എന്ത് ടൈപ്പ് ഓഫ് മെറ്റബോളിക് റിക്വയർമെൻ്റ് ആണ് വേണ്ടതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഒരു സിന്തറ്റിക് മീഡിയ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു 2-1 സെൻറ്റൻസ് എഴുതിയാൽ തന്നെ ഫാർ ഇനഫാണ്. ഇതിൻ്റെ എക്സാമ്പിൾ ഡൂബോസ് മീഡിയം വിത്ത് ട്വീൻ 80. ഇതൊക്കെ ഓർത്തിരിക്കുവാണെങ്കിൽ എഴുതിയാൽ മതി. ഞാനൊരു എക്സാമ്പിൾ തന്നാണ്, എഴുതുവാണെങ്കിൽ വളരെ നല്ലത്, എക്സാമിനർക്ക് അന്തം വിടും. എന്താ നമ്മൾ ഇത്രയൊക്കെ ഓർത്തിരിക്കുന്നത് കുട്ടികളാണ്. ഡൂബോസ് ട്വീൻ 80. ഇനിയുള്ളതാണ് സ്പെഷ്യൽ മീഡിയയിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എൻറിച്ച്ഡ് മീഡിയ ആണ്. അപ്പോൾ എന്താണ് ഈ എൻറിച്ച്ഡ് മീഡിയ എന്ന് നോക്കാം.
When basal media is added with some nutrients such as blood, serum or egg is called enriched media. അപ്പം നമ്മൾ ഒരു കൾച്ചർ മീഡിയയിലേക്ക് അഡീഷണൽ ആയിട്ട് ബ്ലഡ്, സിറം അല്ലെങ്കിൽ എഗ്ഗ് ആഡ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ എൻറിച്ച്ഡ് മീഡിയ ആയിട്ട് കുറച്ചുകൂടെ നല്ല ഒരു എൻവയോൺമെൻറ്റ് ആക്കിയെടുക്കുക. അത്രയാണ് എൻറിച്ച്ഡ് മീഡിയ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. ഓൾറെഡി ഉള്ള ഒരു എൻവയോൺമെൻറ്റിൽ നിന്ന് കുറച്ചുകൂടെ നല്ലതാക്കി ബ്ലഡ്, സിറം അല്ലെങ്കിൽ എഗ്ഗൊക്കെ ആഡ് ചെയ്ത് കുറച്ചുകൂടെ നല്ലതാക്കുക. അപ്പോൾ അതിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. ഫസ്റ്റ് ഈസ് ബ്ലഡ് അഗർ. ബ്ലഡ് ഈസ് ആഡഡ് ടു ന്യൂട്രിയൻ അഗർ. It is may be used for growing a number of bacteria, but one specific example is Streptococcus, which requires blood for its growth. അപ്പം നമ്മൾ ബ്ലഡ് അഗർ ഇപ്പോൾ ഓൾറെഡി ഉള്ളൊരു ന്യൂട്രിയൻ മീഡിയയിൽ അല്ലെങ്കിൽ ന്യൂട്രിയൻ അഗർ നമ്മൾ ബ്ലഡ് ആഡ് ചെയ്യുകയാണ് അല്ലെങ്കിൽ ബ്ലഡ് അഗർ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം ചില ബാക്ടീരിയ ആയിട്ടുള്ള സ്ട്രെപ്റ്റോകോക്കസിനൊക്കെ ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമാണ് അത് നല്ലപോലെ ഗ്രോ ചെയ്യത്തുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കേസിൽ നമുക്ക് ഈ ഒരു ബ്ലഡ് അഗർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ചോക്ലേറ്റ് അഗർ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയൂ ചോക്ലേറ്റ് ഒക്കെയാണ് ആഡ് ചെയ്യുന്നത്. ഒരിക്കലും അല്ല. നമ്മൾ ബ്ലഡ് ഹീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കളർ, ആ ഒരു ചോക്ലേറ്റ് കളർ കിട്ടും. അപ്പോൾ നമുക്കറിയാം ഇറ്റ് ഈസ് ഹീറ്റഡ് ബ്ലഡ് അഗർ യൂസ്ഡ് ഫോർ ഐസൊലേഷൻ ഓഫ് നെസേരിയ ആൻഡ് ഹീമോഫിലസ് ഇൻഫ്ലുവൻസെ. അപ്പോൾ നമുക്കറിയാം ഈ ഒരു ചോക്ലേറ്റ് അഗർ എന്ന് പറയുമ്പോൾ മെയിനായിട്ടും ബ്ലഡ് നല്ലപോലെ ചൂടാക്കിയെടുക്കും. അപ്പോൾ ഇത് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ നെസേരിയ അല്ലെങ്കിൽ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ പോലുള്ള മൈക്രോ ഓർഗാനിസത്തിനെ നമുക്ക് ഐസോലേറ്റ് ചെയ്യാൻ പറ്റും. അതായത് അതിൽ വേറെ കുറേ ഓർഗാനിസംസ് ഉണ്ടാവും. അപ്പോൾ അതൊന്നും ഇല്ലാതെ ഇതിനെ മാത്രമായിട്ട് നമുക്ക് കിട്ടാൻ വേണ്ടി ചോക്ലേറ്റ് അഗർ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ എക്സാമ്പിളാണ്, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇനിയുള്ളതാണ് എൻറിച്ച്മെൻറ്റ് മീഡിയ. അപ്പോൾ എൻറിച്ച്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത് some substances are incorporated in the liquid media which have a stimulating effect on bacteria to be grown or inhibits its competitors. This results in absolute increase in the number of wanted bacteria related to other bacteria. Such media are called enrichment media. Very useful in culture of feces where non-pathogenic or commensal bacteria tend to overgrow pathogenic ones. Example, Salmonella being overgrown by Escherichia coli. Tetrathional broth is added which inhibits coliforms while allows typhoid bills to grow. അപ്പോൾ എൻറിച്ച്മെൻറ്റ് മീഡിയ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാക്ടീരിയയ്ക്ക് നല്ലതും വേറൊരു ബാക്ടീരിയയ്ക്ക് അത് നല്ലതല്ല. അത്രേ ഉള്ളൂ എൻറിച്ച്മെൻറ്റ് മീഡിയയുടെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. നോക്കിയേ, ഇപ്പോൾ ടെട്രാതയോണൈൽ ബ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു കൾച്ചർ മീഡിയയിൽ ആഡ് ചെയ്യുമ്പോൾ എന്താ, ടൈഫോയിഡ് നല്ലപോലെ ഗ്രോ ചെയ്യും, പക്ഷേ കോളിഫോംസ് ഗ്രോ ചെയ്യാനായിട്ട് തടയും. അത്രേ ഉള്ളൂ. ഇനിയുള്ളതാണ് സെലക്റ്റീവ് മീഡിയ. അപ്പോൾ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത് പർട്ടിക്കുലർലി സ്പെസിഫിക് ബാക്ടീരിയ. സെലക്റ്റീവ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കാം നമുക്ക് ഇന്നൊരു ബാക്ടീരിയ എനിക്ക് വേണം, എനിക്ക് ഹീമോഫിലസ് ഇൻഫ്ലുവൻസ തന്നെ വേണം. അപ്പോൾ എനിക്കത് കിട്ടണമെങ്കിൽ ഈ ഒരു സെലക്റ്റീവ് മീഡിയ യൂസ് ചെയ്താൽ മതി. Particularly specific bacteria that inhibits all but few types of bacteria facilitate the isolation of particular species. This media are used to isolate a particular bacteria from specimens where mixed bacteria there is expected. അപ്പോൾ അത്രേ ഉള്ളൂ സെലക്റ്റീവ് മീഡിയ എന്ന് പറയുന്നത്. കുറേ ബാക്ടീരിയ ഉണ്ട്, പക്ഷേ എനിക്ക് ഇന്ന സാധനത്തിന് വേണമെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാം. പിന്നെ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്, തരം തിരിച്ച് കണ്ടുപിടിക്കാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ദ ലാക്ടോസ് ഫെർമെൻറ്റസ് ഫോം പിങ്ക് കളേർഡ് കോളനീസ്. അപ്പോൾ കുറേ ബാക്ടീരിയാസ് ആ ഒരു കൾച്ചറിൽ ഉണ്ടെന്ന് വെക്കുക. അപ്പോൾ നമുക്ക് പല ബാക്ടീരിയസിനെ തരം തിരിച്ച് വേണം. അപ്പോൾ ആ ഒരു കൾച്ചറിൽ ലാക്ടോസ് ഉണ്ടെങ്കിൽ എന്താണ്, അതിൽ പിങ്ക് കളേർഡ് കോളനീസ് ആയിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് ഡിഫറെൻ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും. അത്രേ ഉള്ളൂ. ഇനിയുള്ളതാണ് ഇൻഡിക്കേറ്റർ മീഡിയ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇന്നൊരു സാധനം ആ ഒരു കൾച്ചറിൽ ഇന്നൊരു ബാക്ടീരിയ ഉണ്ടെങ്കിൽ എന്താ പറയുന്നത്, ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. എക്സാമ്പിൾ പറയാം, സാൽമോണല്ല ടൈഫി ഗ്രോ ആസ് ബ്ലാക്ക് കോളനീസ് ഓൺ വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം കണ്ടെയ്നിങ് സൾഫേറ്റ്. അപ്പോൾ നമ്മൾ വിൽസൺ ആൻഡ് ബ്ലെയർ മീഡിയം, അതായത് സൾഫേറ്റ് ഉള്ള ഒരു മീഡിയത്തിൽ നമ്മൾ എന്താ പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു സ്പ്യൂട്ടോ ബ്ലഡോ എന്തെങ്കിലും കൊടുക്കുന്ന സമയത്ത്
ബ്ലാക്ക് കോളനീസ് ആണെങ്കിൽ അതിൽ സാൽമോണല ഉണ്ടെന്നാണ് അർത്ഥം. ഒന്നുമില്ല, നമുക്കറിയാം, നമ്മൾ കെമിസ്ട്രിയിൽ പഠിച്ചിട്ടുണ്ട്, ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ അവിടെ ബബിൾസ് ഫോം ചെയ്യും. അതെന്താണ്? ഹൈഡ്രജൻ ഉണ്ടെന്നുള്ള ഇൻഡിക്കേറ്ററാണ്. അതുപോലെ തന്നെ ഇന്നൊരു സ്ഥലത്ത് ബ്ലാക്ക് കോളനീസ് ഉണ്ട്, റെഡ് കോളനീസ് ഉണ്ടെങ്കിൽ ആ ഒരു ബാക്ടീരിയ ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ ഉള്ളതാണ് ട്രാൻസ്പോർട്ട് മീഡിയ. അപ്പോൾ ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ ഡ്രൈ ചെയ്ത ബാക്ടീരിയ പെട്ടെന്ന് ചില ബാക്ടീരിയസ് ഡ്രൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ അങ്ങനെ ഡ്രൈ ആവാതെ നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്, ഇപ്പം നമുക്കറിയാം നമ്മുടെ ലാബ് റിസൾട്ട്, ഇപ്പം നമ്മൾ പറയുന്നുണ്ട് എറണാകുളത്തേക്കൊക്കെ അയക്കണം, അന്ന സ്ഥലത്തേക്ക് അയക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇത് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യും. ട്രാൻസ്പോർട്ട് ഓഫ് ഡെലിക്കേറ്റ് ഓർഗാനിസം, എക്സാമ്പിൾ ഗോണോകോക്കെ, വിച്ച് മേ നോട്ട് സർവൈവ് ദ ടൈം ടേക്കൺ ടു ട്രാൻസ്പോർട്ട്. അതായത് പെട്ടെന്ന് തന്നെ അത് നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനുള്ള നശിച്ചു പോകാതിരിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്യുക. പിന്നെയാണ് ഷുഗർ മീഡിയ, ഹെൽപ്സ് ഇൻ ദ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. അപ്പോൾ ഈ ഒരു മൈക്രോബയോളജിയിൽ ഈ ടേം ഷുഗർ എന്ന് പറയുന്നത് ഫെർമെൻറ്റബിൾ സബ്സ്റ്റൻസ് ആണ്. പുളിപ്പിക്കുന്ന വസ്തുക്കളെയാണ് നമ്മൾ ഈ ഒരു ഷുഗർ മീഡിയ എങ്ങനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഗ്ലൂക്കോസ്, ലാക്ടോസ്, സുക്രോസ്, മാനിറ്റോളൊക്കെ ഈ ഒരു ഷുഗർ മീഡിയയിൽ യൂസ് ചെയ്യുന്നതിൻ്റെ എക്സാമ്പിളാണ്. ഓക്കെ, ഷുഗർ മീഡിയ കണ്ടെയ്ൻ 1% ഷുഗർ ഇൻ പെപ്റ്റോൺ വാട്ടർ along with an indicator. A small tube to detect gas production, the Durham's tube kept inverted. The colorless media turns pink with the production of acid by bacteria and gas accumulated in Durham's tube. Okay. His serum sugar for pneumococcus. അപ്പോൾ ഷുഗർ മീഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെറിയൊരു ട്യൂബ് എടുത്തിട്ട് എന്താ, അതൊരു കളർലെസ് മീഡിയ ആയിരിക്കും. ആ ഒരു ട്യൂബിൽ നമ്മളൊരു കളർലെസ് മീഡിയ എടുത്തിട്ട് നമ്മൾ തല തിരിച്ച് വെച്ചു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്താണ്, ദ കളർലെസ് മീഡിയ ടേൺസ് പിങ്ക് വിത്ത് പ്രൊഡക്ഷൻ ഓഫ് ആസിഡ് ബൈ ബാക്ടീരിയ. അതിൽ എന്താണ്, ആസിഡിൻ്റെ പ്രൊഡക്ഷൻ വഴി കളർലെസ് മീഡിയ പിങ്ക് കളറായിട്ട് മാറി. ആൻഡ് ഗ്യാസ് ബബിൾസ് അക്യൂമുലേറ്റഡ് ഇൻ ഡർഹംസ് ട്യൂബ്. അത് എന്തിൻ്റെയൊക്കെയോ ഇൻഡിക്കേറ്റേഴ്സ് ആണ്. അപ്പോൾ ഒന്നുമില്ല, നമ്മളൊരു ട്യൂബ് എടുത്തു, കളർലെസ് മീഡിയ ആണ് ആ ഒരു ട്യൂബ്, നമ്മളത് തല തിരിച്ചു വെച്ചു. അപ്പോൾ ആ ഒരു കളർലെസ് മീഡിയ പിങ്ക് കളറായിട്ട് മാറിയത് എന്തിൻ്റെ ഇൻഡിക്കേറ്ററാണ്? ബാക്ടീരിയ ആസിഡ് അവിടെ പ്രൊഡ്യൂസ് ചെയ്തു, പിന്നെ ബബിൾസും ഫോം ചെയ്തു. അതാണ് അതിൻ്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് അനേറോബിക് മീഡിയ. ദിസ് ആർ യൂസ്ഡ് ഫോർ കൾട്ടിവേഷൻ ഓഫ് അനേറോബിക് ബാക്ടീരിയ. അതായത് അനേറോബിക് ബാക്ടീരിയനെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മീഡിയ ആണ് ഈ അനേറോബിക് മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ, ഇന്നത്തെ ആ ഒരു ചാപ്റ്റർ അവിടെ കഴിഞ്ഞു. ഇനി എന്തെങ്കിലും എടുക്കാനുണ്ടെങ്കിൽ നമ്മളത് 3rd ചാപ്റ്റർ ആകുമ്പോഴത്തേക്ക് അത് ഫുള്ളി കംപ്ലീറ്റ് എടുക്കുന്നതായിരിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ, എല്ലാവരും നല്ലപോലെ പഠിക്കുക. അപ്പോൾ എന്തൊക്കെ ടൈപ്പ് ഓഫ് മീഡിയ ഉണ്ട്? സിമ്പിൾ മീഡിയ ഉണ്ട്, കോംപ്ലക്സ് ഉണ്ട്, സിന്തറ്റിക് ഉണ്ട്. സ്പെഷ്യൽ മീഡിയയിലാണ് എൻറിച്ച്ഡ് മീഡിയ, എൻറിച്ച്മെൻറ്റ് മീഡിയ, സെലക്റ്റീവ്, ഡിഫറൻഷ്യൽ, ഇൻഡിക്കേറ്റർ, ട്രാൻസ്പോർട്ട്, ഷുഗർ മീഡിയ. അത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊന്നുമില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.